സോ ബേസിക്കലി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ റുട്ടീൻ എന്താണെന്ന് അറിയാം, നിങ്ങളുടെ ഏതിലാണ് കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ നിങ്ങളുടെ ടീം മെമ്പേഴ്സിനും ബാക്കിയുള്ള എംപ്ലോയീസിനും വിട്ടുകൊടുക്കുക. എല്ലാത്തിനും പോയി ഡിസിഷൻ മേക്കിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ബിസിനസ് ആകുമ്പം എല്ലാ ദിവസവും ഡേ ടു ഡേ ബേസിസിൽ ഇഷ്ടംപോലെ ഡിസിഷൻസ് എടുക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടാവും. ആ ഡിസിഷൻ എല്ലാം നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് എടുക്കാതെ ഓരോ ടീം മെമ്പേഴ്സിനും അവരുടേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി കൊടുക്കുക, അവരുടേതായിട്ടുള്ള ഗോൾസ് കൊടുക്കുക, അവരുടേതായിട്ടുള്ള ടാർഗറ്റ്സ് കൊടുക്കുക. അവരെ ഡിസിഷൻ മേക്കിങ്ങിലേക്ക് കുറച്ചും കൂടെ എത്തിക്കാൻ പാകത്തിന് അവരെ ട്രെയിൻ ചെയ്യുക, ഗൈഡ് ചെയ്യുക. ദിസ് വിൽ ഹെൽപ്പ് എ ലോട്ട്. ഫ്രം മൈ എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണ്, എല്ലാം കൂടെ നമ്മൾ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി സോ ഡിഫിക്കൾട്ട്. നമ്മുടെ ബിസിനസ് സ്കെയിൽ ചെയ്യാൻ പോലും ഡിഫിക്കൾട്ട് ആയിരിക്കും. സോ ഇറ്റ് ഈസ് ഓൾവേസ് ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് എ ഗുഡ് ടീം. അതുപോലെ തന്നെ എല്ലാവരുടെ ഒപ്പീനിയൻസും നമ്മൾ കേൾക്കേണ്ട ആവശ്യമില്ല. അതായത് ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ എല്ലാവരുടെ ഒപ്പീനിയൻസ് കളക്ട് ചെയ്യാൻ നിൽക്കേണ്ട. രണ്ടുപേരാണ് അതിലത്തെ മെയിൻ ഡിസിഷൻ മേക്കേഴ്സ് എങ്കിൽ അവരുടെ ഒപ്പീനിയൻ കേൾക്കുക, അതിൽ നിന്ന് ഡിസിഷനിലേക്ക് പോവുക. ദിസ് വിൽ ആക്ച്വലി ഹെൽപ്പ് യു ടു നാവിഗേറ്റ് യുവർ ഡിസിഷൻ മേക്കിംഗ് ഇൻ എ സ്മൂത്ത് വേ. So stay tuned for the next video. If you like this video, let me know. എന്തെങ്കിലും സജഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വർക്ക്ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ let me know in the comments.